വിനിത വിജയിച്ചിരുന്നുണ്ട്. വിനിത, അതിക്രമങ്ങൾ നേരിട്ടവർ പരാതി നൽകിയിട്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവ് പറയുന്നു. നിയമപരമായി എന്തു ചെയ്യാനാകുമെന്ന് കോടതി തന്നെ പറയട്ടെ എന്നും പി സതീദേവ് പറയുന്നു. വിനിത വിജയിച്ചിരുന്നു. വിനിത, ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം കത്തെഴുതുന്നുണ്ട്. അവിടെ നടക്കുന്ന, അല്ലെങ്കിൽ ഡൽഹി കഴിഞ്ഞ് നടക്കുന്ന ആനി രാജാണ് കൂടെയുള്ളത്. ആനിയോട് സംസാരിക്കൂ വനിത. തീർച്ചയായും ഹാഷ്മി, CPI നേതാവ് ആനി രാജ നമുക്കൊപ്പം ചേരുകയാണ്. മാം സൂചിപ്പിച്ചതുപോലെ തന്നെ ചേച്ചി, ഈ സംഘടനയുടെ മറ്റും നേതൃത്വത്തിൽ നിന്നുകൊണ്ട് വനിതകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ചേച്ചിയുടെ മുൻനിരയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആരോപണം ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഒരു ബംഗാളി നടി, അവർ കേരളത്തിലേക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു, അവർക്കെതിരെ ഇത്തരം ഒരു സമീപനം ഉണ്ടാകുന്നു. അവർ തിരിച്ചവർക്ക് റിട്ടേൺ ടിക്കറ്റ് പോലും നൽകാതെ അവരുടെ സ്വന്തം കാശ് മുടക്കി അവർ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇത് മലയാള സിനിമാ മേഖലയ്ക്ക് ഒന്നാകെ ഉണ്ടാക്കുന്ന ഒരു നാണക്കേട് കൂടിയല്ലേ? ഇത് മലയാളി സിനിമാ മേഖലയ്ക്ക് എന്നതിനപ്പുറത്തേക്ക് ഇത് ഈ രാജ്യത്തെ തന്നെ സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്ക് മേലെയുള്ളൊരു കടന്നുകയറ്റമായി ഇതിനെ കാണേണ്ടതുണ്ട്. പ്രാണരക്ഷാർത്ഥമെന്നോ അല്ലെങ്കിൽ അവളുടെ ഡിഗ്നിറ്റി സംരക്ഷിച്ച് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് കേരളത്തിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നുവെങ്കിൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റിയിൽ കണ്ടതോ അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഗൗരവം, ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണിത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലായിരിക്കണം ആവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രതികരണവും എന്ന് ഞാൻ കരുതുന്നു. ഒരു കോൺക്ലേവ് അടക്കം ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതിലുപരി ആ റിപ്പോർട്ടിന്മേലൊരു നടപടി കൂടിയല്ലേ ചേച്ചി വേണം? അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഭരണഘടനാ അവകാശ ലംഘനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കോടതിയിലാണ് എന്ന് പറയുമ്പോൾ പോലും കാത്തിരിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വർക്ക് പ്ലേസിലുള്ള സൗകര്യങ്ങൾ, അവിടെ ഡ്രസ്സ് മാറുന്നതിന് ഒരു സൗകര്യമില്ല എന്ന് പറയുന്നു. അവിടെ ഈ സ്ത്രീകൾ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അവർ ശുദ്ധ വെള്ളം കുടിക്കുന്നതിന് ജലമില്ല എന്ന് പറയുന്നു. വെള്ളം കുടിക്കാൻ തന്നെ ഭയപ്പെടുന്നു ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. കാരണം വെള്ളം കുടിച്ചാൽ യൂറിൻ പോകണം, അപ്പം അതിനുവേണ്ടി ഒരു സ്ഥലമില്ല, ഒരു മറയില്ല. മരത്തിൻ്റെ പുറകിലും അതുപോലെ കുറ്റിക്കാട്ടിലും 21ാം നൂറ്റാണ്ടിൽ കേരളം പോലെ എല്ലാ ഹ്യൂമൻ ഇൻഡെക്സിലും ലോകത്തെ തന്നെ ആശ്ചര്യത്തോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്ന കേരള സംസ്ഥാനത്ത് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്ന സ്ത്രീകൾ അവർ വെള്ളം കുടിക്കും, കാരണം അവർ യൂറിൻ പാസ് ചെയ്യാൻ പോകാൻ സമ്മതിക്കില്ല, സമയം വേസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിലെങ്കിൽ ഇത് പുറത്തു വരാനും ഒരുപാട് ഇനിയും അതീവ ഗുരുതരമായ കാര്യങ്ങൾ. ഒപ്പം തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ പ്രമുഖരായിട്ടുള്ള വലിയ താരങ്ങളുണ്ട്. അവരൊക്കെ ഉൾപ്പെടുന്നത് കൂടിയാണ് ഈ സിനിമാ മേഖല. ഈ ലൊക്കേഷനുകളിലൊക്കെ ഒരുപക്ഷെ അവർ വിചാരിച്ചാൽ ഇത്തരം ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ലൊക്കേഷനിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ കൂടി കഴിയുമായിരുന്നൊരു അവസ്ഥയിൽ തന്നെയല്ലേ നമ്മളുള്ളത്? തീർച്ചയായിട്ടും, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അവർക്കൊരു എന്താണ് പറയുക, അവർക്ക് ഒരുപാട് പ്രിവിലേജസ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പ്രിവിലേജസ് ലഭിക്കുമ്പോൾ തങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അത് പ്രത്യേകിച്ച് സ്ത്രീകൾ, എന്താണ് അവരുടെ സ്ഥിതി? അവർക്ക് സൗകര്യങ്ങളുണ്ടോ? അവർക്ക് സമയത്തിന് ഭക്ഷണമുണ്ടോ? അവർക്ക് വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇടയിൽ യൂറിൻ പാസ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ, സഹജീവികളോടുള്ള ഒരു ആ രീതിയിൽ ഇതിനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മലയാള സിനിമ, ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും എത്ര കാലം മുന്നേ പരിഹരിക്കാമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇപ്പം ഈ സ്റ്റാറുകളൊക്കെ ഈ മേ ബി ദിസ് 15 പവർ ടീം എന്ന് പറയുന്നത്, അവരൊക്കെ തന്നെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതത്തിൻ്റെ ആ കണ്ണീരിൻ്റെ മേലെ ഇവരൊക്കെ ഇവരാൽ അപമാനിക്കപ്പെട്ടതിൻ്റെ വേദനയിൽ കണ്ണീർ വീഴ്ത്തുന്ന ആ സ്ത്രീയുടെ ആ മാനത്തിൻ്റെ മേൽ കാൽവെച്ച് നിൽക്കുന്നതാണ് ഇവരെ കിരീടം വെക്കാതെ വാഴുന്ന ഈ രാജസ്ഥാനം എന്നൊക്കെ പറയുന്നത്. ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുമ്പോഴും ഇനിയെങ്കിലും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടി കൂടിയല്ലേ വേണം?
തീർച്ചയായിട്ടും അതാണ് നമ്മൾ ദേശീയമഹിളാ ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. ഇത് സംസ്ഥാന സർക്കാരാണ് ഈ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കാനുള്ള ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസ്ഥാന സർക്കാരിൽ ഇത്തരത്തിൽ വളരെ ക്രിയാത്മകമായ ഇത്തരത്തിലുള്ള ഇതുവരെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇത്തരം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിൽ കേവലം കോൺക്ലേവ് അല്ല വേണ്ടത് എന്ന് തന്നെ പരോക്ഷമായി പറയുകയാണ് CPIയുടെ മുതിർന്ന നേതാവ് ആനി രാജ. വിനിത വിജയുമായി സംസാരിക്കുകയായിരുന്നു. സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാർ ഓൺ ചെയ്യണമെന്ന് റിപ്പോർട്ട്, അതിന്മേൽ നടപടി ഉണ്ടാവണമെന്ന് അർദ്ധസംഖ്യക്കിടയില്ലാത്ത വിധം ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി പറയുകയാണ്. നല്ല കാര്യമാണ് ആ പറച്ചിലുകൾ വരുന്നത്.